New Vistas, Kairali News Webinar, presented by UAQ Free Zone is a great choice for startups, SMEs and large industries. Visit us now. Co-presented by Fast Business Services, your company formation experts in Dubai. Banking Partner, Federal Bank, your perfect banking partner. Technology Partner, Tomshire Technologies, leading web development and digital marketing company. നമസ്കാരം. ഇന്ത്യൻ റുപ്പീസിൻ്റെ പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം. വിസ്മയകരമായ വികസന പദ്ധതികൾ കൊണ്ട് ലോകത്തിനാകെ മാതൃകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ബിസിനസ് സൗഹൃദ സമീപനം കൊണ്ട് ലോകത്തെങ്ങുമുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫിലെ നിക്ഷേപ സാധ്യതകളും ബിസിനസ് സാധ്യതകളും പരിചയപ്പെടുത്തിക്കൊണ്ട് കൈരളി ന്യൂസ് വിസ്താസ് എന്ന പേരിൽ വെബിനാർ സംഘടിപ്പിച്ചിരുന്നു. ഈ വെബിനാറിൻ്റെ വിശേഷങ്ങളാണ്, പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ത്യൻ റുപ്പീസിൻ്റെ ഈ ലക്കത്തിൽ. ഏത് പ്രതിസന്ധിയിലും ഉലയാതെ നിന്ന ഗൾഫ് രാജ്യങ്ങൾ വാണിജ്യ അവസരങ്ങളുടെ പറുദീസയാണ്. ഗൾഫിലെ മികച്ച നിക്ഷേപ അവസരങ്ങളാണ് കൈരളി ന്യൂസ് വെബിനാർ പരിചയപ്പെടുത്തിയത്. സാമ്പത്തിക വിദഗ്ധർക്ക് പുറമെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഈ വെബിനാറിൽ പങ്കുകൊണ്ടു. വെബിനാർ ഉദ്ഘാടനം ചെയ്തത് രാജ്യസഭാംഗവും കൈരളി TV മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസാണ്. നമസ്കാരം. കേരളത്തിൽ നിന്നും പ്രവാസഭൂമിയിൽ നിന്നും ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു സ്വപ്നമുണ്ട്. മറ്റൊന്നുമല്ല, വികസനം എന്ന സ്വപ്നം. ലോകം വികസിക്കുമ്പോൾ അതിന് മുന്നിൽ തന്നെ സഞ്ചരിക്കുകയാണ് കേരളവും. നവസംരംഭങ്ങളിലൂടെ, പുതിയ ദിശാബോധത്തിലൂടെ അതിവേഗം മുന്നേറുകയാണ് കേരളം. ഈ മുന്നേറ്റത്തെ കുറേയും കൂടി കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വികസന പന്ഥാവിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. ചെറുതും വലുതുമായ ലോകമെങ്ങുമുള്ള ആയിരക്കണക്കിന് മലയാളികളായ സംരംഭകരാണ് ഇന്ന് കേരളത്തിൻ്റെ വികസനത്തോട് കൈകോർത്തു നിൽക്കുന്നത്. ഇത് തിരിച്ചറിയുകയും ഇതിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വന്നു എന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്നവേഷൻ, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ വികസനത്തെ ത്വരിതപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. സർക്കാർ തന്നെ നേരിട്ട് സംരംഭകർക്ക് ഇതുപോലെ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു കാലഘട്ടം മുൻപ് ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പുതിയ നിക്ഷേപക അവസരങ്ങളും വിപണികളും കണ്ടെത്താനും കൈരളി പുതിയൊരു ദൗത്യവുമായി മുമ്പോട്ട് വരുന്നത്. ഒരു ബിസിനസ് സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളുടെ വലിയ സാധ്യതയാണ് ഗൾഫ് രാജ്യങ്ങൾ എന്നും നൽകിയിട്ടുള്ളത്. ഏത് പ്രതിസന്ധിയിലും ഉലയാതെ നിന്ന് വികസനത്തിൻ്റെ മഹത്തായ മാതൃകകളിലൂടെ ലോകത്തിന് എന്നും വിസ്മയം സമ്മാനിച്ചവരാണ് ഗൾഫിലുള്ള സംരംഭകർ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ. അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി അത് ഗൾഫിനും നമ്മുടെ നാടിനും ഗുണകരമാക്കാൻ മലയാളി സംരംഭകർക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളാണ്. ഇന്ന് വലിയ വികസന മാറ്റത്തിൻ്റെ പാതയിലാണ് സൗദി അറേബ്യയും ഖത്തറും UAEയും പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ. വൻകിട പദ്ധതികളിലൂടെ വികസന രംഗത്ത് വലിയ കുതിപ്പ് നടത്താനൊരുങ്ങുകയാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ. ഇത് ഗൾഫിലെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ള വ്യവസായികൾക്കും സംരംഭകർക്കും വലിയ സാധ്യതകളാണ് ഇത് തുറന്നിട്ട് നൽകുന്നത്. ആ സാധ്യതകളെയും അവസരങ്ങളെയും മുൻകൂട്ടി കാണാനും പരിചയപ്പെടുത്താനും കഴിയണം. ഇത്തരത്തിലുള്ള സാധ്യതകളെ പരിചയപ്പെടുത്തുന്ന ഈ സെമിനാർ ഓരോ സംരംഭകർക്കും ഗുണപ്രദമാകുമെന്ന് എനിക്കുറപ്പുണ്ട്. അത്തരം സാധ്യതകൾ കൃത്യമായി പരിചയപ്പെടുത്താൻ മുമ്പോട്ട് വന്ന ഈ വെബിനാറിലെ പാനലിസ്റ്റുകൾക്കും ഇതിനോട് സഹകരിക്കുന്നവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാധ്യമ സ്ഥാപനമാണ് കൈരളി TV. നമ്മുടെ അഭിമാനമായിട്ടുള്ള മമ്മൂട്ടിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതിയും ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത്തരമൊരു വികസന സംരംഭക
വെബിനാർ നടത്താൻ കൈരളി TV-ക്കും എനിക്കും ഏറെ അഭിമാനമുണ്ട്. ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. കേരളത്തിൻ്റെയും ഗൾഫിൻ്റെയും വികസനത്തിൽ നമുക്കൊന്നായി കൈകോർക്കാം, നമുക്കൊന്നായി മുന്നേറാം. ദുബായ് എക്സ്പോക്ക് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ബിസിനസ് സംരംഭകർക്ക് അനവധിയായ അവസരങ്ങളാണ് UAE നൽകുന്നത്. UAE-യിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച്, ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് UAE-യിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും UHY ജെയിംസ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ മാനേജിംഗ് പാർട്ണറുമായ ജെയിംസ് മാത്യു ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ സാധ്യതകളെക്കുറിച്ചാണല്ലോ. അതിനു മുമ്പ് ഒരു 2-3 കൊല്ലം കൊണ്ട് നമ്മുടെ UAE-യിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചൊന്ന് പറയുന്നത് അനിവാര്യമായിരിക്കും. ഇപ്പം ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് നമ്മുടെ ബാങ്കിൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് മുകളിൽ വരികയാണെങ്കിലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഇഷ്ടംമാതിരി വരും. അപ്പോൾ അത്രയ്ക്ക് കെയർഫുള്ളാണ് ആൻറ്റി മണി ലോണ്ടറിങ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബെനിഫിഷ്യൽ ഓണർഷിപ്പ്. അതായത് അത് ആരുടെ പേരിലാണ് കമ്പനി, ബിനാമി കമ്പനികളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പലരുടെയും പേരിലൊക്കെ കമ്പനികളൊക്കെ ഫോം ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ അതെല്ലാം ഡിക്ലെയർ ചെയ്തിട്ട് ഇത് ആരുടെ കമ്പനിയാണ്, അതുപോലെ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ കൺട്രീസ്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻ എന്ന് പറഞ്ഞ പുതിയ റെഗുലേഷൻ വന്നു. അതായത് നമ്മുടെ പ്രോഫിറ്റ്, ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റും നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് താരതമ്യം, ഒരു കമ്പാരിസൺ വേണം. അല്ലാണ്ട് നമ്മളൊരു പ്രോഫിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്, അതായത് ട്രാൻസാക്ഷൻ എവിടെയെങ്കിലും നടക്കുന്നു, അത് ബുക്ക് ചെയ്യുന്നത് ഇവിടെയും, അപ്പോൾ പ്രോഫിറ്റ് ഇങ്ങോട്ട് വരുന്നു. ഇതൊരു നോൺ ടാക്സ് കൺട്രി ആയതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി പല ആൾക്കാരും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനെയൊക്കെ എല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ 2018 ബിഗിനിങ്ങിൽ നമുക്ക് വാല്യൂ ആഡഡ് ടാക്സ് ഒരു 5% ആണെങ്കിലും അതും ഒരു പരിധി വരെയൊക്കെ നമ്മുടെ റീ എക്സ്പോർട്ടിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ പല വിധത്തിലുള്ള സമ്പ്രദായങ്ങളും പല രീതികളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ബിസിനസ് ചെയ്യുന്നതിന്. ഒരു ഇൻവോയ്സ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു, ഇപ്പോൾ ഗുഡ്സ് വന്നില്ലെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ ഇവിടെ ഒരു ആരും ഒന്നും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാനൊരു ഇൻവോയ്സ് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 5% ഡ്യൂട്ടി ഞാൻ അടയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വെറുതെ ഒരു ഇൻവോയ്സ് ചെയ്യാൻ ഒരു അക്കോമഡേഷൻ ഓഫ് ബിൽസോ കാര്യങ്ങളോ അങ്ങനത്തെ ബാങ്ക് ഫൈനാൻസിങ് അങ്ങനത്തെ ചില രീതികളൊക്കെ വിപണിയിലുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2018-19 കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ബിസിനസ്സിന് ഓരോരോ രീതിയിൽ അതിനെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു നല്ല രീതിയിലോട്ടാണ് പോകുന്നത്. ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു കുറച്ചൊരു നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പുറമേ നിന്ന് നോക്കുമ്പോൾ, രാജ്യങ്ങൾ നോക്കുമ്പോൾ പുറമേ നിന്ന് ഇൻവെസ്റ്റേഴ്സ്, കാരണം എല്ലാവരും ഒന്നും ഇതേപോലെ ചീറ്റ് ചെയ്യാനോ മാൽ പ്രാക്ടീസ് ചെയ്യാനോ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. ഒരു വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി ആൾക്കാർക്ക് ഇതൊരു അട്രാക്റ്റീവ് പ്ലേസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം പുറമേ നിന്നുള്ള ആൾക്കാർ ഈ രാജ്യത്തെ നോക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും സോഷ്യലി ആയാലും സ്റ്റേബിളാണ്, എക്കണോമിക്കലി സ്റ്റേബിളായാലും പൊളിറ്റിക്കലി സ്റ്റേബിളായ ഒരു കൺട്രിയിൽ ബിസിനസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പുറമേ നിന്ന് രാജ്യങ്ങൾ ഇഷ്ടമാതിരി ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. കോവിഡ് വന്നതുകൊണ്ട് നമ്മളെ ശരിക്കും അത് ബാധിച്ചു. കാരണം ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മൾ ആർക്കും ബിസിനസ്സൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അത് ശരിക്കും ബാധിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മളത് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ദുബായിൽ നിന്ന് UK-യിലോട്ടുള്ള ഒരു കണ്ടെയ്നർ ഷിപ്മെൻറ്റ് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു $700-800 കൊടുത്ത് ഒരു ഷിപ്മെൻറ്റ് അയക്കുന്ന സാധനം ഇപ്പോൾ അത് $3,500 കൊടുക്കണം. അപ്പോൾ ഫ്രേറ്റ് ചാർജസ് എല്ലാ സാധനങ്ങളെയും എല്ലാവരെയും അഫക്റ്റ് ചെയ്യാൻ പോകുന്നു. ഇനിയും അത് ശരിക്കും ഈ ലോക്ക്ഡൗൺ വന്നതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ സാധനങ്ങളെ കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ കുറച്ചൊന്ന് കൂടാൻ പോവുകയാണ്. കാരണം ഇനി നമ്മൾ കാരണം ഇവിടെ എല്ലാം നമ്മുടെ ഫുഡ് തന്നെ നോക്കുകയാണെങ്കിൽ UAE-യിലോട്ട് 85% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഈ സാധനങ്ങളെല്ലാം വരണമെങ്കിൽ ഷിപ്പ് വഴി അവിടെ വരുന്നത്. അപ്പോൾ ഫ്രൈറ്റ് കോസ്റ്റ് കൂടുമ്പോൾ നമ്മുടെ എല്ലാത്തിനും സാധനങ്ങൾ ഇനി കൂടാൻ പോവുകയാണ്. അപ്പം പൊതുവേ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോവുകയാണെങ്കിലും ഇനി പുതിയ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ വരാനുള്ള സാധ്യതകൾ, നമ്മുടെ പുതിയ എക്സ്പോ, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. പക്ഷേ എന്നാലും പുതിയ ലോക്ക്ഡൗൺ സിറ്റുവേഷൻസൊക്കെ മാറി ഇവിടെ സ്റ്റേബിളാണ്. 75% 74-75% 2 വാക്സിനേഷൻ കഴിഞ്ഞവരും
ഏതാണ്ട് 83% സിംഗിൾ വാക്സിനേഷൻ കഴിഞ്ഞവരുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ടൈം നമ്മൾ ആ രീതിയിലോട്ട് വരുന്നു. അപ്പോൾ ഒരു സ്റ്റേബിളായിട്ടൊരു കൺട്രി ആയിട്ട് തോന്നുന്നതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ബിസിനസ് എനിക്ക് ഒത്തിരി കോള് വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ അവർ പല പല ബിസിനസ്സുകൾ സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പൈസയുള്ള ആൾക്കാരുണ്ട്, പക്ഷേ ഈ ലോക്ക്ഡൗണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് ഉദ്ദേശിക്കുന്ന ആൾക്കാർ പലരും അവരിങ്ങോട്ടും ചേക്കേറുന്നുണ്ട്. അവരവരുടെ ഒരു സബ്സിഡറിയോ അല്ലെങ്കിൽ ഒരു സെറ്റപ്പോ അല്ലാണ്ട് അവരോട് കംപ്ലീറ്റ് പറിച്ചു നടുകയല്ല ചെയ്യുന്നത്, അവരുടെ എന്തെങ്കിലും ഒരു സെറ്റപ്പോ കാര്യങ്ങളോ ഒക്കെ ഇവിടെ വയ്ക്കുന്നു. കാരണം ദുബായ് അല്ലെങ്കിൽ UAE ഈസ് എ ഗേറ്റ് വേ ഫോർ ആഫ്രിക്ക അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് കൺട്രീസിലോട്ടുള്ള ഒരു ഗേറ്റ് വേ ആണ്. ഇപ്പോൾ സൗദി അറേബ്യയിലും ഡെവലപ്മെൻറ്റ്സ് കണ്ടമാനം വരുന്നുണ്ട്. അപ്പോൾ അവരും ഇതേമാതിരി പല കാര്യങ്ങളും ഓപ്പൺ ആക്കുന്നു. GCC നാഷണൽസിന് അല്ലാണ്ട് തന്നെ അവരെ നോൺ സൗദീസിന് അവിടെ സ്ഥലങ്ങൾ വാങ്ങിക്കാനും ഇവിടെ ദുബായിലുള്ള മാതിരി ഫ്രീ ഹോൾഡ് സിറ്റുവേഷനൊക്കെ മാറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് കൺട്രീസിലോട്ട് കണ്ടമാനം ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം ഒന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് UAEയിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യാനും ചെറിയ വിധത്തിലായാലും വലിയ വിധത്തിലായാലും തുടങ്ങാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ ഇവിടുത്തെ കോസ്റ്റ് അവർ സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വിസ 100% ഓണർഷിപ്പ് എന്ന് പറയുന്ന സംഗതി അതൊരു വലിയൊരു മാറ്റമാണ് വരുത്തിയത്. അപ്പോൾ 100% ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു 51% UAE നാഷണൽസും 49% എക്സ്പാട്രിയേറ്റ്സും ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇൻ പേപ്പറിൽ നമ്മുടെ 51% 49% എപ്പോഴും ഒരു റിസ്ക് നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷേ അതൊക്കെ മാറ്റിമറിച്ചതുകൊണ്ട് 100% ഓണർഷിപ്പും കൊടുത്തു. ഫ്രീ സോണുകളിൽ ശരിക്കും നമുക്ക് 100% ഓണർഷിപ്പ് ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ അത് മെയിൻലാൻഡിലും നമുക്ക് 100% വന്നതുകൊണ്ട് തന്നെ പല ഇന്ത്യൻ കമ്പനീസും ഫോറിൻ സബ്സിഡറി സെറ്റപ്പ് ചെയ്യാനും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നത് ഒരു 3-4 മന്ത്സ് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക്ഡൗണിൻ്റെ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറി ഫുള്ളി വാക്സിനേറ്റഡ് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. എക്സ്പോർട്ട് ഓപ്പണിംഗ് ടൈം ആകുന്നു. അപ്പോൾ ഒത്തിരി ബിസിനസ്സുകൾ അതിനോട് ചുറ്റിപ്പറ്റി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് പേര് ഇവിടെ ഒത്തിരി ഫ്രീ സോണിലും എല്ലായിടത്തും ഒക്കെ അവർ ഫ്രീ സ്റ്റാർട്ടപ്പുകളെ അവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ US അല്ലെങ്കിൽ ഇന്ത്യയോ മാതിരിയല്ല ഇവിടുത്തെ സിറ്റുവേഷൻ. സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്ന സംഗതികൾ എല്ലാവരുടെയും മനസ്സിൽ കൂടെ പോയിട്ടില്ല. ഇവിടെ നമ്മൾ റിയൽ അസറ്റ് കാണുകയും അവർ ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത ഒരു കമ്പനിയെ നമ്മൾ എങ്ങനെ കാണുന്നു, ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ശരിക്കും വന്നു തുടങ്ങിയത് ഒരു ലാസ്റ്റ് 1-2 വർഷം 3 വർഷം കൊണ്ടാണ്. കാരണം ആൾക്കാർക്ക് അതിൻ്റെ മനസ്സിലായി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇപ്പോഴാണ് ഒരു 3-4 വർഷമായിട്ടുള്ള ഇവിടെ വന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ നാട്ടിൽ നിന്ന് വരുന്ന പല പ്രൊജക്ട്സും അവർ റീസണബിളായിട്ട് ഫാക്ച്വലായിട്ട് അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധ്യതകളേറെയാണ്. അതിനുള്ള ബാങ്ക് ഫൈനാൻസുകളോ കാര്യങ്ങളോ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഒരു ക്രെഡിറ്റ് സ്കോർ, അതായത് എത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോയുടെ ക്രെഡിറ്റ് സ്കോർ ഉണ്ട്. അത് നമ്മൾ ഇത്രയും കൊല്ലത്ത് നമ്മുടെ ട്രാക്ക് റെക്കോർഡ്, നമ്മുടെ ഡിഫോൾട്ട് റേറ്റോ അങ്ങനത്തെ വല്ലതും ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ബാങ്ക് എപ്പോഴും ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ പുതുതായിട്ട് ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്കോറിലൊന്നും ഫിറ്റാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ ക്രൗഡ് ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പലരും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി കമ്പനികൾ ഇപ്പോൾ ആ രീതിയിൽ ഇപ്പം വേറെ ഫ്രീ സോണുകളിലൊക്കെ മെയിൻലി ഫോർ ഇതുപോലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ സാധ്യതകളുണ്ട്. ഫിൻടെക് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുമാനമുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റലൈസേഷൻ ശരിക്കും കംപ്ലീറ്റ് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബാങ്കുകളുടെയൊക്കെ ബ്രാഞ്ചസൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില ബാങ്കുകളൊക്കെ 40% ഓഫ് സ്റ്റാഫുകളെ കട്ട് ചെയ്തു. കാരണം അവർ ഏതായാലും ഇതേ സാലറിയുടെ ഒരു 30 അല്ലെങ്കിൽ 60%, 30%, 35% കുറച്ചിട്ട് ഒരു 60% സാലറി കൊടുത്തിട്ട് അവരെ ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പോൾ മഷ്റിഖ് ബാങ്ക് തന്നെ നമ്മുടെ ഈജിപ്തിലോട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യ, ഈ 3 രാജ്യത്തോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ മാറാം. നിങ്ങൾക്കൊരു 65% സാലറി നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ ക്ലയൻറ്റ് ഫേസിങ് അല്ലാത്ത ആൾക്കാരെ എല്ലാവരെയും മാറ്റുന്നു. കാരണം ഇത് പോസിബിലിറ്റി എങ്ങനെയാണ് വന്നത്? ഡിജിറ്റലൈസേഷൻ വന്നുകൊണ്ടാണ്. അപ്പം ഒരുപാട് ട്രാൻസാക്ഷൻ ഡിജിറ്റലായിട്ട് വരുന്നു. അപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് അങ്ങനെ
ഒത്തിരി ഫിൻടെക് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ശരിക്കും പറഞ്ഞാൽ ADGMലും ഇവിടെ പുറത്തായാലും ഒക്കെ കമ്പനികൾ ഫോം ആവുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റീസ് ആൾക്കാർ കാണുന്നുണ്ട്, അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ അതോറിറ്റീസ്. ബിസിനസ് സംരംഭകർക്ക് വേണ്ട സഹായങ്ങളും പിന്തുണയും നൽകാൻ നിരവധി ഫ്രീ സോണുകൾ UAEയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോൺ. ഒരു സംരംഭകന് എളുപ്പത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ ഇവിടെ സാധിക്കും. ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോൺ നൽകുന്ന സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രതിപാദിക്കുകയാണ് ഫ്രീ സോണിൻ്റെ ജനറൽ മാനേജറായ ജോൺസൺ വിൽ ജോർജ്. 1987 ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോൺ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ആദ്യം തുടങ്ങിയപ്പോൾ അതിൻ്റെ പേര് അഹമ്മദ് ബിൻ റാഷിദ് പോർട്ട് ആൻഡ് ഫ്രീ സോൺ എന്നാണ്. ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോൺ പോർട്ടുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫ്രീ സോണാണ്. 2015 ഇതിൻ്റെ പേര് മാറ്റി നമ്മൾ റീബ്രാൻഡിങ് ഒക്കെ നടത്തി ഇതിൻ്റെ ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോൺ എന്നാണ് ഉള്ള പേരിലാണ് ഇപ്പം അറിയപ്പെടുന്നത്. ഏതാണ്ട് 30ഓളം ഫ്രീ സോണുകളുണ്ട് UAEയിൽ. ഇതിൽ വെച്ച് നമ്മുടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് ഓർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ചിലവിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പം ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബേസിക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇവിടെ തുടങ്ങാൻ സാധിക്കും. പിന്നെ ആൾക്കാർക്ക് എപ്പം വേണമെങ്കിലും ഏത് അവസരത്തിൽ വേണമെങ്കിലും ഈ കമ്പനീസ് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. രണ്ടാമതായിട്ടുള്ളത് ഒരു ട്രാൻസ്പെറൻസിയാണ്. നമ്മൾ ആൾക്കാരോട് കമ്പനി ഫോർമേഷന് സമയത്ത് പറയുന്ന കാര്യങ്ങൾ എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഏത് വിധേനയും കമ്പനി ഫോം ചെയ്തതിന് ശേഷം അവരെ പിന്നെ വളരെയധികം അവരെ ഓപ്പറേഷനുകളിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. എപ്പോഴും ട്രാൻസ്പെറൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഏതാണോ ആവശ്യമായിട്ടുള്ള ലൈസൻസ് അതവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതുള്ളതാണ് നമ്മുടെ വളരെ ഒരു പേഴ്സണലൈസ്ഡ് രീതിയിലാണ് നമ്മൾ കമ്പനി ഫോർമേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലാതെ ആൾക്കാർ അവരുടെ ഇഷ്ടമുള്ള രീതി വന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ള അവർക്ക് പറ്റാത്ത ലൈസൻസ് എടുത്തു കൊടുപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൺസൾട്ടൻസി, ഞങ്ങൾക്ക് തന്നെ ഇവിടെ കൺസൾട്ടൻസി കൊടുക്കുന്ന സ്റ്റാഫുമാരുണ്ട്. അവർ ഏത് തരത്തിലുള്ള ലൈസൻസാണോ അവരുടെ ബിസിനസ്സിന് ഉതകുന്നത് ആ രീതിയിലുള്ള ലൈസൻസാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അപ്രോച്ചബിലിറ്റിയാണ്. ആർക്കും ഏത് സമയവും എപ്പോഴും ഏത് സ്റ്റാഫിനെയും കോണ്ടാക്റ്റ് ചെയ്യാം. അതാണ് ഇവിടെ ആൾക്കാർക്ക് കമ്പനി ഫോർമേഷൻ വരുമ്പോഴും അതിനുള്ള മറ്റുള്ള ഓപ്പറേഷൻ്റെ സമയത്തും അവർക്കിപ്പം എന്തെങ്കിലും കമ്പനി അമെൻമെൻറ്റ്സ് ചേഞ്ചസ് ഇതൊക്കെ വരുത്തണമെങ്കിലും നമുക്കൊരു പേഴ്സണലൈസ്ഡ് അറ്റൻഷനും അപ്രോച്ചബിലിറ്റിയും ഉണ്ട്. ഈ 3 ഫാക്ടേഴ്സാണ് ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോണെ ഏറ്റവും മറ്റുള്ള ഫ്രീ സോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ നോർമൽ ട്രേഡിംഗ്, കൊമേഴ്ഷ്യൽ കമ്പനി, കൺസൾട്ടൻസി മുതൽ ഇൻഡസ്ട്രിയൽ കമ്പനീസ് വരെ തുടങ്ങാൻ പറ്റും. സ്റ്റാർട്ടപ്പുകൾ മുതൽ സ്കെയിലപ്പ് ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പം സ്റ്റാർട്ടപ്പ് കമ്പനികളാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ, ഓഫീസസ്, മീറ്റിംഗ് റൂംസ്, ഇപ്പം ഷെയർഡ് വർക്ക് സ്റ്റേഷൻസ്, അതുപോലെ തന്നെ B2B പ്ലാറ്റ്ഫോംസ് ഉണ്ട്. മറ്റുള്ള അവരുടെ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതല്ല ഇപ്പം അവർക്ക് ഒരു ബിസിനസ്സിനെ കുറിച്ച് അധികം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതിനുള്ള ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ഇന്നൊവേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലും അവരുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ഒരു നെറ്റ്വർക്കിംഗ് ഫെസിലിറ്റീസും ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഭാഗം അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഏത് രീതിയിലുള്ളൊരു ബിസിനസ്സാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അവരാണ് പറയേണ്ടത് ഇന്ന രീതിയിലുള്ളൊരു ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഒരു ബിസിനസ് ഒരു വലിയൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്ലാൻ ഒന്നും കാണണമെന്നില്ല. എങ്കിലും അവർക്ക് അറിയാമല്ലോ ഒരു ബേസിക് ഒരു നെക്സ്റ്റ് 2 ഇയേഴ്സിലേക്ക് എനിക്ക് ഇതൊക്കെയാണ് ആവശ്യമുള്ള ഒരു ബേസിക് ഐഡിയ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് അഡ്വൈസ് ചെയ്യും. ഓക്കെ, ഇപ്പം ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര വിസ വേണ്ടി വരും, അതനുസരിച്ചുള്ള പാക്കേജുകൾ ഞങ്ങൾ ഓഫർ ചെയ്യും. അതല്ല ഓഫീസ് വേണോ, പെർമനൻറ്റ് ഓഫീസ് വേണോ, ഷെയർഡ് ഓഫീസ് മതിയോ, അതല്ല വെയർഹൗസുകൾ വേണോ, വെയർഹൗസ് തന്നെയാണെങ്കിലും ഒരു ഫുൾ ഇയറിലേക്ക് എടുക്കണോ, അതോ പേ പെർ ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു പുതിയൊരു പാക്കേജ് ഉണ്ട്. വെയർഹൗസുകൾ 10 ദിവസത്തേക്ക് വേണമെങ്കിലും വെയർഹൗസ് എടുക്കാം. അപ്പോൾ ഇനീഷ്യലി അവരധികം പൈസ സ്പെൻഡ് ചെയ്യാതെ അവരുടെ ബിസിനസ് വളരുന്ന മുറയ്ക്ക് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കമ്പനി ഫോർമേഷൻ പ്രോസസ്സും വളരെ സിമ്പിളാണ്. നമുക്ക് അവരുടെ KYC ഡോക്യുമെൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യണോ, അതായത് പ്രൂഫ് ഓഫ് അഡ്രസ്സ്, പാസ്പോർട്ട് കോപ്പീസ്. ഒരു കമ്പനി ആരംഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയ ഫസ്റ്റ്
തിങ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. നമ്മൾ യു എയിലുള്ള ഏതാണ്ട് 12-ൽ ബാങ്കുമായിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഉമൽ കോയിൻ ഫ്രീ സോൺ ക്ലയൻസിന് അവരുടെ ഒരു പ്രിവിലേജ്ഡ് ട്രീറ്റ്മെൻറ്റ് അവർ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിനുള്ള എല്ലാ അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഓരോ ബാങ്കിനും അവരുടെ റിക്വയർമെൻറ്റ് പലതാണ്, അത് ക്ലയൻസ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് നമ്മൾ എല്ലാവിധ സപ്പോർട്ടും ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിന് കൊടുക്കും. പിന്നെ രണ്ടാമതായിട്ട് ക്ലയൻസിന് വേണ്ടിയത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അടുത്തത് ക്ലയൻസിന് വേണ്ടി വിസ സപ്പോർട്ടാണ്. നമ്മൾ ഈ ഉമൽ കോയിൻ ഫ്രീ സോണിൽ കമ്പനി ഫോം ചെയ്ത ആൾക്കാർ മറ്റുള്ള ഇമിഗ്രേഷനിലോ അല്ലെങ്കിൽ ലേബർ ഓഫീസിലോ വേറെ എങ്ങും കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഓഫീസിൽ വരിക, വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക, അതിനായിട്ടുള്ള പേയ്മെൻറ്റ് നടത്തുക, വിസ റെഡിയായി കഴിയുന്ന മുറയ്ക്ക് നമ്മൾ തന്നെയാണ് അവരെ വിളിച്ചറിയിക്കുന്നത്. അല്ലാതെ ഇവരെ ഇമിഗ്രേഷനിൽ പോവുകയോ, ഇവർക്ക് ഇറ്റ്സ് എ വൺ സ്റ്റോപ്പ് ഷോപ്പ്. വേറെ ഒരു ഓഫീസുകളിലും അവർക്ക് കയറി ഇറങ്ങേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ഈവൻ ഇവിടെ വെയർഹൗസ് പണിയുകയാണെങ്കിൽ കൂടി അതിനുള്ള ഡ്രോയിങ് അപ്രൂവൽസ് ഫ്രീ സോണിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുക്കുന്നത്. ഇലക്ട്രിസിറ്റി കണക്ഷനുള്ള ആപ്ലിക്കേഷൻ നമ്മളാണ് സ്വീകരിച്ച് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. വാട്ടർ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഇവർ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. ഫ്രീ സോണിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാത്രമാണ് ഇവർ അപ്രോച്ച് ചെയ്താൽ മതിയായിരിക്കും. ഉമൽ കോയിൻ ഫ്രീ സോൺ ഇപ്പം ഡെവലപ്പായിരിക്കുന്നത് 20 മില്യൺ സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് ഇപ്പം നമുക്കുള്ളത്. അത് ഇവിടുത്തെ യു എയിലെ ഒരു പ്രമുഖ പാതയായ എമിറേറ്റ്സ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഉള്ളത്. ഇവിടെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സെഗ്രിഗേറ്റഡ് ഏരിയ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമായിട്ടുള്ള നമ്മുടെ ഉദ്ദേശം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൺസെപ്റ്റ് വാക്ക് ടു വർക്ക് എന്നുള്ളതാണ്. ഞങ്ങളിവിടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും ചെയ്യുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് അടുത്ത് തന്നെ. സോ ആൾക്കാർക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയ അവരുടെ ഫാക്ടറി പോയി വർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. UAE കുറിച്ച് പറയുമ്പോൾ ദുബായ് അല്ലെ അബുദാബി എന്നാണ് അറിയുന്നത്. ഉമൽ കോയിൻ അധികം ആൾക്കാർ കേട്ട് കാണണമെന്നില്ല. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് 40 മിനിറ്റ് ദൂരത്തിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഉമൽ കോയിനിലെത്താം. നമ്മൾ സംരംഭകരോട് പറയുകയാണെങ്കിൽ ഏതാണ്ട് 22 ദിവസം യാതൊരു തടസ്സങ്ങളും മറ്റ് ലേബർ പ്രോബ്ലംസ് അങ്ങനെ ഒന്നുമില്ലാതെ, സ്ട്രൈക്കോ ഒന്നുമില്ലാതെ അവർക്ക് ജോലി ചെയ്യാനുള്ളൊരു അവസരമുണ്ട്, അല്ലെങ്കിൽ ഈ ഫങ്ഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ബയേഴ്സിനെ സെല്ലേഴ്സിനെയും ലഭിക്കാൻ ഏതാണ്ട് 30 മിനിറ്റോളം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ, ദുബായിലോ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് മേടിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഉള്ള നെറ്റ്വർക്കിങ്ങിന് സാധ്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാവിധ സപ്പോർട്ടും ഉള്ള ഉമൽ കോയിൻ ഫ്രീ സോണിലേക്ക് ആൾക്കാരെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് പ്രവാസി മലയാളികളും പ്രവാസി സംരംഭകരുമാണ്. ഗൾഫിലെ നിക്ഷേപ സാധ്യതകളും ബിസിനസ് അവസരങ്ങളും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് കൈരളി ന്യൂസ് വെബിനാർ ചർച്ച ചെയ്തത്. ഗൾഫ് സമൂഹത്തിൽ സജീവമായി ഇടപെടുന്ന ഇത്തരം പരിപാടികളുമായി കൈരളി ന്യൂസ് ഇനിയും മുന്നോട്ട് വരും. ഇന്ത്യൻ റുപ്പീസിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. New Vistas, Kairali News Webinar, presented by UAQ Free Zone is a great choice for startups, SMEs and large industries. Visit us now. co-presented by Fast Business Services, your company formation experts in Dubai. Banking Partner, Federal Bank, your perfect banking partner. Technology Partner, Tomshire Technologies, leading web development and digital marketing company.